يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ لا يحل لكم നിങ്ങൾക്ക് അനുവാദമില്ല أن ترثوا النساء كرها സ്ത്രീകളെ നിർബന്ധിച്ച് അവരുടെ മേൽ ഉടമാവകാശം ചെലുത്താൻ നിങ്ങൾക്ക് അനുവാദമില്ല വലാ തഅദുലൂഹുൻ അവരെ നിങ്ങൾ തടഞ്ഞു നിർത്തരുത് ലിതദ്ഹബു നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ബിബഅദി മാ ആതൈതുമൂഹുൻ നിങ്ങൾ അവർക്ക് നൽകിയ സമ്പത്തിൽ ചിലത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇല്ലാ അൻ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യിന എന്നാൽ അവർ വ്യക്തമായ മ്ലേച്ഛമായ കാര്യത്തെ കൊണ്ടുവന്നാലല്ലാതെ വആശിറൂഹുന്ന ബിൽമഅറൂഫ് നിങ്ങൾ അവരോട് നല്ല നിലയിൽ വർത്തിക്കുക ഫഇൻ കരിഹ്തുമൂഹുൻ ഇനി നിങ്ങൾക്ക് അവരോട് വെറുപ്പുണ്ടായാൽ ഫഅസാ അൻ തക്റഹു ശൈആ ചിലപ്പോൾ നിങ്ങൾ ചില കാര്യത്തെ വെറുക്കുന്നതാണ് വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ കസീറാ എന്നാൽ അല്ലാഹു അതിൽ ധാരാളം നന്മകൾ വെക്കുകയും ചെയ്യുന്നതാണ്. ഇസ്ലാമിന് മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് മനുഷ്യർ അധാർമികമായി ജീവിച്ച കാരണത്താൽ ധാരാളം അക്രമങ്ങൾ കാട്ടിയിരുന്നു. ആ അക്രമങ്ങളിൽ പ്രധാനമായും ഇരയായിരുന്നത് ബലഹീനരാണ്. ആ ബലഹീനരിൽ രണ്ട് വിഭാഗത്തോട് വളരെ കൂടുതൽ അക്രമം കാണിക്കപ്പെട്ടിരുന്നു. ഒന്ന് അനാഥരോട്, രണ്ട് സ്ത്രീജനങ്ങളോട്. അനാഥരുമായി ബന്ധപ്പെട്ട കാര്യം സൂറത്തുൻ നിസാഇന്റെ ആദ്യ ഭാഗത്ത് വിശദീകരിച്ചു. ഈ ആയത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില അക്രമങ്ങളിലേക്ക് വിരൽ ചൂണ്ടി അതിൽ നിന്നും ഒഴിവാകണമെന്ന് വളരെ ശക്തിയുക്തം ആവശ്യപ്പെടുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹാ സ്ത്രീകളെ നിർബന്ധിച്ച് അനന്തരാവകാശമെടുക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു പ്രവണതയാണ് ഏതെങ്കിലും സ്ത്രീകളുടെ രക്ഷാധികാരികൾ മരിച്ചാൽ, വാപ്പ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീയെയും ചരക്കായി ആളുകൾ എടുക്കുമായിരുന്നു.
ബാഹ്യമായി ആ സ്ത്രീയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്നെല്ലാം പറഞ്ഞ് മധുരമായ വാക്കുകളാണ് പറയുന്നതെങ്കിലും ആ സ്ത്രീയെയും മരിച്ചവരുടെ അനന്തരാവകാശമായിട്ട് ഏറ്റെടുക്കുമായിരുന്നു. ഞാൻ മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരനാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഞാനങ്ങ് അനന്തരാവകാശമായിട്ട് എടുക്കുകയാണ്. എന്തിനാണ് എടുക്കുന്നത്? തെറ്റായ നിലയിൽ അവരുടെ ശരീരം ഉപയോഗിക്കാനും അവരുടെ സമ്പത്ത് ഉപയോഗിക്കാനും വേണ്ടിയാണ്. നിങ്ങൾക്ക് വലിയ കരുണയുണ്ടെങ്കിൽ ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ, അത് ചെയ്യത്തില്ല. എന്റെ വീട്ടിലേക്കൊരു വേലക്കാരിയെ വേണം, അതിന് പറ്റിയതാണ് ഇങ്ങനെ ഒരാളെ പിടിച്ചു നിർത്തൽ. അതുപോലെ എനിക്ക് കുറെ സമ്പത്ത് വേണം, ആ പെണ്ണുമായി ബന്ധപ്പെട്ട മുഴുവൻ സമ്പത്ത് ഞാൻ ഏറ്റെടുക്കും. പുറം ലോകത്ത് ഞാൻ ആ പെണ്ണിന്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് അവരോട് ക്രൂരത കാണിക്കുകയും ചെയ്യും. അള്ളാഹു പറയുന്നു, ഇത് പാടില്ലാത്തതാണ്. ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹാ. സ്ത്രീകളെ നിർബന്ധിച്ച് അനന്തരാവകാശമെടുക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. വേറെ വല്ലവരുടെ സാധനം എടുത്തു നോക്ക്, നല്ല ചവിട്ട് കിട്ടും. മയ്യത്തിന്റെ ആൺമക്കളുടെ ഞാൻ നിന്നെ അനന്തരാവകാശമായിട്ട് എടുത്തു എന്ന് പറയും, പോയി പണി നോക്കാൻ പറയും. അല്ലെങ്കിൽ നിനക്ക് ലഭിക്കേണ്ട അനന്തരാവകാശം ഞാൻ എടുത്തോളാം, ഓടിച്ചിട്ടടിക്കും. പക്ഷെ സ്ത്രീകൾ പാവത്തുങ്ങൾ ബലഹീനരാണ്, അവർ മിണ്ടുകയില്ല. പടച്ചവൻ മുമ്പോട്ട് വന്ന് പറയുന്നു, അനുവദനീയമല്ല ഈ കാര്യം. ലാ യഹില്ലു ലക്കും അൻ തരിസു നിസാഅ കർഹാ. സ്ത്രീകളുടെ ശരീരവും നിങ്ങൾ അനന്തരമെടുക്കാൻ പാടില്ല, അവരുടെ സമ്പത്തും അനന്തരമെടുക്കാൻ പാടില്ല. ഞാൻ ആ സ്ത്രീയുടെ സമ്പത്തെല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്ത് എന്റെ കച്ചവടത്തിലിട്ടു. എന്നിട്ട് ആ സ്ത്രീക്കൊന്നും കൊടുക്കുകയില്ല, പാടില്ല. ഇത് ഇസ്ലാം തടയുന്നു. വലാ തഅദുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുന്ന. രണ്ടാമതായി പറയുന്നു, ചിലർ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറും, അവരോടുള്ള കടമകളൊന്നും പാലിക്കുകയില്ല. ആ സ്ത്രീകൾ പറയും, എന്നാൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിയേര്, വിവാഹമോചനം ചെയ്യൻ, ഞാൻ പോയി എവിടെയെങ്കിലും ജീവിച്ചോളാം, നിങ്ങൾ എന്നെ വിട്ടേര്. ഉടനെ അവർ പറയും, ഞാൻ നിന്നെ വിടത്തില്ല, നിനക്ക് ഞാൻ മഹറായിട്ട് ഇത്ര പൈസ തന്നിട്ടുണ്ട്, അതിന്റെ അരഭാഗം മുക്കാഭാഗം ഇന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം വിട്ടിട്ട് അതിനെല്ലാം 10 ഇരട്ടി സമ്പത്ത് ഇങ്ങോട്ട് തന്നാൽ ഞാൻ നിന്നെ വിട്ടയക്കാം. സ്ത്രീകൾ സാധുക്കൾ അവരവസാനം വീർപ്പുമുട്ടി ഈ വാപ്പായുടെ കയ്യിൽ നിന്നും സഹോദരങ്ങളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ മഹറിൽ നിന്നും എടുത്ത് ഇവർക്ക് കൊടുക്കും. ഇതിനെ തടയുകയാണ്. വലാ തഅദുലൂഹുൻ. നിങ്ങൾ ആ പെണ്ണുങ്ങളെ പിടിച്ചു വെക്കരുത്. നിങ്ങൾക്ക് കടമകൾ നിർവഹിക്കാൻ വയ്യ, അവരെ വിട്ടയക്കും, നിങ്ങൾ വേറെ ജോലി നോക്ക്. വിവാഹമെന്ന് പറഞ്ഞാൽ കളിയല്ല, തമാശയല്ല, വലിയൊരു ബാധ്യതയാണ്. അത് നിർവഹിക്കണം. നിങ്ങൾ ശേഷിയില്ല, നിങ്ങളുടെ ജോലി നോക്കിൻ, അവരെ വിട്ടയക്കിൻ. നിങ്ങൾ അവരെ പിടിച്ചു വെക്കരുത്. ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുൻ. നിങ്ങൾ അവർക്ക് നൽകിയ സമ്പത്തിൽ ചിലതിനെ നിങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അവരെ തടഞ്ഞു നിർത്തരുത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അവരെ നിങ്ങൾ വിവാഹമോചനം ചെയ്യൻ, അവർക്ക് നല്ലൊരു ഉപഹാരം കൊടുക്കൻ, മതാഉൻ ബിൽ മഅറൂഫ് കൊടുക്കൻ. അതുപോലെ തന്നെ അവർ ഗർഭിണിയാണ്, അല്ലെങ്കിൽ അവർ ഇദ്ദയിലിരിക്കുന്ന സമയത്ത് അവർക്കുള്ള ചെലവ് കൊടുക്കൻ. അവർ മക്കൾക്ക് പാല് കൊടുക്കുന്നുണ്ട്, മക്കളെ വളർത്തുന്നുണ്ട്, ആ മക്കൾക്കുള്ള ചെലവ് കൊടുക്കൻ. അവർക്ക് ചെയ്യുന്ന സേവനത്തിന് നിങ്ങൾ കൂലി കൊടുക്കൻ. അങ്ങോട്ടാണ് ഉപകാരം ചെയ്യേണ്ടത്. ഇല്ലാ അൻ യഅതീന ബിഫാഹിശതിൻ മുബയ്യിന. ഇനി മറ്റൊരു കാര്യം പറയുന്നു, അള്ളാഹു കാക്കുമാറാകട്ടെ.
ഒരു മനുഷ്യന്റെ ഭാര്യ, അദ്ദേഹം ആ ഭാര്യയോടുള്ള കടമകൾ മുഴുവനും നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ആ ഭാര്യ തെറ്റായ വഴിയിൽ പോയി. വളരെ ശ്രദ്ധിക്കണം. എന്റെ കുഴപ്പം കാരണം, എന്റെ അശ്രദ്ധ കാരണം ആ ഭാര്യ തെറ്റായ വഴിയിൽ പോയാൽ അതിന് ഉത്തരവാദി ഞാനും കൂടിയാണ്. ഞാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു, ഉപദേശങ്ങൾ നൽകി, എന്നിട്ടും പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു സ്ത്രീ അവർ തെറ്റായ മാർഗത്തിലേക്ക് പോയി. ഇവിടെ എനിക്ക് ആ സ്ത്രീയെ ഒഴിവാക്കേണ്ടി വരും. പക്ഷെ ഒഴിവാക്കുമ്പോൾ ഒരു ഭാഗത്ത് ഞാൻ മാനസികമായി ധാരാളം പീഡനം അനുഭവിച്ചു, മറുഭാഗത്ത് സാമ്പത്തികമായിട്ടും വലിയ ബാധ്യത. വിവാഹത്തിന്റെ സമയത്ത് പെണ്ണിന് ധാരാളം മഹർ കൊടുത്തു, അതിനുശേഷം ചെലവുമായി ബന്ധപ്പെട്ട് കുറെ കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ആ മഹറിൽ നിന്നും കുറച്ച് നിങ്ങൾക്ക് തിരിച്ചു മേടിക്കാൻ അനുവാദമുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ വേറൊരു കോലം, ഞാനും ഒരു ഭാര്യയും നല്ല നിലയിൽ ജീവിക്കുകയാണ്, നല്ല നിലയിൽ തന്നെ ജീവിക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും പുറത്തു പറയാൻ പറ്റാത്ത കാരണങ്ങളുണ്ടായി ആ സ്ത്രീ ഞാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് ഇസ്ലാം സ്ത്രീകൾക്ക് വെച്ചിരിക്കുന്ന ഒരു പരിഹാര മാർഗമാണ് ഖുൽഅ്. അവർ എന്തെങ്കിലും നൽകി വിവാഹമോചനം നേടുക എന്നുള്ളത്. ഇന്നൊരു വലിയ ഒരു ആരോപണമുണ്ട്, തലാഖ് പുരുഷന്മാർക്ക് മാത്രം ഇസ്ലാം കൊടുത്തു. ആര് പറഞ്ഞു? സ്ത്രീകൾക്കും ഇസ്ലാം വഴിവെച്ച ആ വഴിയുടെ പേരാണ് ഖുൽഅ്. ഇതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് ആൾക്കാർ കളിയാക്കുന്നത്. കുലു എന്നൊക്കെ പറയും ഖുൽഅിന്. ഖുൽഅ് വസ്ത്രം സൂക്ഷിച്ചു ഊരുക, തലാഖ് വളരെ ബഹുമാനത്തോടെ മോചിപ്പിച്ച് യാത്രയാക്കുക. അറബി വാക്കുകൾ ആൾക്കാർ കൈകാര്യം ചെയ്ത് വികൃതമാക്കുന്നു. ഞാൻ ഹിന്ദുമതത്തിന്റെ എന്തെങ്കിലും സംജ്ഞയെടുത്ത് കളിയാക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഒരു അറബി അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയാൻ പോകും, എങ്ങനെ പറയാം? അദ്ദേഹം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഹൈന്ദവ സഹോദരങ്ങൾ, വക്കീലന്മാര്, രാഷ്ട്രീയക്കാര് തലാഖിനെയും ഖുൽഇനെയും എല്ലാം തെറിവാചകമായിട്ടാണ് പലരും കാണുന്നത്. തലാഖ് തലക്കിട്ടടിച്ച് കൊല്ലുക, ഖുലു കോലിട്ട് വലിക്കുക, ഇതൊന്നുമല്ല അർത്ഥം. തലാഖ് വളരെ ബഹുമാനത്തോടെ മാന്യമായി സ്വതന്ത്രമാക്കി വിടുക. ഖുൽഅ് വളരെ നല്ല നിലയിൽ വിവാഹബന്ധം സ്ത്രീയുടെ ഭാഗത്തു നിന്നും അപേക്ഷയോടെ അവസാനിപ്പിക്കുക. മതങ്ങളുടെ വാക്കുകളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസം നടത്തുന്നത് അറിവില്ലായ്മയുടെയും കഴിവില്ലായ്മയുടെയും അല്പത്തരത്തിന്റെയും അടയാളമാണ്. ഞാൻ ഹിന്ദുക്കളെ കളിയാക്കുക, അവരുടെ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ്, അവരുടെ ദൈവങ്ങളുടെ പേര് പറഞ്ഞ്. ഒരിക്കലും പാടില്ല. വളരെ ശ്രദ്ധിക്കണം. ശിവലിംഗം എന്നൊരു പ്രയോഗമുണ്ട് ഹൈന്ദവർക്കിടയിൽ. ധാരാളം സഹോദരങ്ങൾ മോശമായ അർത്ഥത്തിൽ അത് പറയാറുണ്ട്. മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, പരിഹാസം പാടില്ല. ഹൈന്ദവ ക്ഷേത്രങ്ങളെപ്പറ്റി, അവരുടെ ആരാധ്യ വസ്തുക്കളെപ്പറ്റി പരിഹാസം പാടില്ല. ഇതേ രീതി നമ്മൾ മറ്റുള്ളവരോട് പറയും, നിങ്ങൾ ഈ കാര്യത്തെ പരിഹാസ്യമാക്കരുത്. എന്താണ് തലാഖ്? മാന്യമായ വിട്ടുപിരിയലാണ്. ഇവിടെ ഒരു മനുഷ്യൻ ഭാര്യയോടുള്ള എല്ലാ കടമകളും നിർവഹിച്ചു, പക്ഷെ അവർ എന്തെങ്കിലും മോശത്തരം പ്രവർത്തിച്ചു, എന്നിട്ട് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് അവരിൽ നിന്ന് വല്ലതും വാങ്ങാവുന്നതാണ്. وَلَا تَعْضُلُوهُنَّ لِتَذْهَبُوا بِبَعْضِ مَا آتَيْتُمُوهُنَّ. നിങ്ങൾ അവർക്ക് നൽകിയതിൽ ചിലതിനെ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ അവരെ തടഞ്ഞു വെച്ച് പീഡിപ്പിക്കരുത്. എത്രമാത്രം സ്ത്രീകളോടുള്ള കടമകൾ ഖുർആൻ പറയുന്നു, വിശദീകരിക്കുന്നു. ആ ഇസ്ലാമിനെ പറ്റിയാണ് ഇന്ന് ലോകത്ത് പറയുന്നത്. സ്ത്രീകളോട് യാതൊരു അവകാശവുമില്ല, സ്ത്രീകളോട് ക്രൂരമായ പെരുമാറ്റം. ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകൾ, മുസ്ലിമീങ്ങൾ തെറ്റുകൾ കാണിക്കുമായിരിക്കാം, അതെല്ലാ മതങ്ങളിലുമുണ്ട്. പക്ഷെ ഖുർആൻ പഠിച്ചാണ് ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത്, ഹദീസ് പഠിച്ചാണ് വിലയിരുത്തേണ്ടത്. ഇസ്ലാമിന്റെ യഥാർത്ഥ വ്യക്തിത്വങ്ങളായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കൾ, ഔലിയാക്കൾ, ഇന്നും മാന്യമായി ജീവിക്കുന്ന പടച്ചവന്റെ നല്ല ദാസന്മാരെ നോക്കിയാണ് ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.